എടാ ആടി തൂങ്ങിയൊക്കെ പെട്ടെന്ന് വാടാ, 2 വീടുകളിലേ ഉള്ളു. എന്റെ പുണ്യ നേതാവ് രാവിലെ ഒരു കാലിച്ചായം കുടിച്ചോണ്ട് ഇറങ്ങിയത്. വിശന്നിട്ടാണ് വയറ് തളയ്ക്കുന്നുണ്ടെങ്കിൽ വിളിക്കും. നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ ഈ വീട് കൂടെ കയറി നമുക്ക് കൊണ്ട് പോവാം. എടാ ഈ വീട് നമ്മുടെ വാർഡിൽ തന്നെ ഉള്ളതാണോ? ഒരു വട്ടം അബദ്ധം പറ്റി, ഇനി അബദ്ധം പറ്റി. ഇത് നമ്മുടെ സ്വന്തം പാർട്ടിയിലാണ്. വാ നമുക്ക് അങ്ങോട്ട് പോവാം. ചേട്ടോ ചേച്ചിയെ, എന്റെ നേതാവേ ഈ സാധനം ഇവിടെ ഇരിക്കുന്നത് കണ്ടുകൂടെ? അയ്യോ അതിന് നോക്കും അങ്ങനല്ല, ഇങ്ങനെ അടിക്കണം. ഇങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച ആളില്ല, എതിർ പാർട്ടിയുടെ ആളാന്ന് തോന്നുന്നു. കലിപ്പ് കണ്ടില്ലേ? നമുക്ക് തിരിച്ചു പോയാലോ? ഇനി ഇവിടെ വരെ വന്നിട്ട് വോട്ട് വെക്കാതെ പോകാനോ? നമസ്കാരം, ഞാൻ സുഭാഷ് തോപ്പിൽ 25ാം വാർഡിന്റെ സ്ഥാനാർത്ഥിയാണ്. ഏത് തോപ്പിലാണേലും തോട്ടത്തിലാണേലും കൊള്ളാം. 2 മണിക്കൂർ എടുത്ത് ഈ കൊച്ചിനെ ഒന്ന് ഉറക്കി കിടത്താൻ. ആ കൊച്ചിനെ നിങ്ങൾ ഈ കോളിമ്പലി വലിച്ചടിച്ചടിച്ചടിച്ച് ഉണർത്തിയത്. ഒരു മര്യാദയൊക്കെ വേണ്ടേ? വോട്ടൊക്കെ പിന്നെ ആദ്യം കൊച്ചിനെ ഉറക്ക്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും എന്റെ കർത്താവേ. ഓമന തിങ്കൾ കിടാവോ നല്ല താമര പൂവല കിടാവോ. വാഹനം അറിയത്തില്ല കുഞ്ഞു, ഉറങ്ങും കുഞ്ഞു. ഒരുപാട് വീട് കയറണ്ടേ? അക്കരവാവേ കുഞ്ഞുവാവേ ഒങ്ങണ്ടേ, ഒങ്ങിക്കേട്ടോ. അപ്പോഴേ നിങ്ങൾ കുഞ്ഞിനെ ഉറക്കിയിട്ടില്ലേ? വയറിറച്ച് ആഹാരം കഴിച്ചിട്ട് നേരെ പാർട്ടി ഓഫീസിൽ വന്നേരം ഞാൻ അവിടെ കാണും കേട്ടോ. നേതാവ് ഇന്ന് നേതാവ്